ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏവർക്കും ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ക്രിസ്തുയേശുവിൽ സ്വാഗതവും വന്ദനവും അർപ്പിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 121 സങ്കീർത്തനമാണ്. 1 വാക്യത്തെ തന്നെ വിചിന്തനം ചെയ്യാം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ഒരു രോഗി സന്ദർശിപ്പാൻ വന്ന വൈദികനോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒരു സങ്കീർത്തനം വായിക്കാമോ? അത് ഏതാണെന്ന് വൈദികൻ ചോദിച്ചപ്പോൾ രോഗി പറഞ്ഞു, ഞാൻ പർവ്വതത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ഉയർത്തുമെന്ന് പറയുന്നത്. ഐ ലുക്ക് ടു ദി മൗണ്ടെയ്ൻസ്, വേർ വിൽ മൈ ഹെൽപ്പ് കം ഫ്രം? പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആശ്വാസവും ആത്മധൈര്യവും പകരുന്നതാണ് ഈ സങ്കീർത്തനം. പെസഹ, പെന്തിക്കൊസ്തി, കൂടാര പെരുന്നാൾ സന്ദർഭങ്ങളിൽ ഇസ്രായേല്യർ യെരുശലേമിലേക്കുള്ള തീർത്ഥയാത്രയിൽ ആലപിച്ചിരുന്ന ആരോഹണ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് ഇത്. ഇവിടെ യെരുശലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന സിയോൻ കുന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളിലും പർവ്വതങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട്. ഹൈന്ദവ പുരാണത്തിൽ ശിവനും പാർവതിയും കൈലാസ് പർവ്വതത്തിലാണ്. അതുപോലെ യവന സങ്കല്പത്തിൽ അപ്പോലോസ് ദേവൻ ഒളിമ്പസ് മലയിലും, മോശയ്ക്ക് സീനായി മലയിൽ നിന്നാണ് അരുളപ്പാടുണ്ടായത്. ഏലിയ പ്രവാചകനെ കർമ്മേലിലെ കൊടുമുടിയിൽ നാം കാണുന്നു. യേശുക്രിസ്തു പ്രബോധനം നൽകിയത് രൂപാന്തരമലയായ താബോറിൽ നിന്നുമാണ്. പ്രതിസന്ധികളിൽ ദാവീദ് രാജാവും യേശുക്രിസ്തുവും ഒലിവുമലയിലെ ഗത്സമനത്തോട്ടവും തെരഞ്ഞെടുത്തു. 5 കാര്യങ്ങൾ നാം മനസ്സിലാക്കണം. 1, സൃഷ്ടാവ് തന്നെ സഹായകൻ. 2, നമ്മോടൊപ്പം ചരിക്കുന്ന നമ്മുടെ അംഗരക്ഷകൻ. 3, മയങ്ങാത്ത കാവൽക്കാരൻ. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ പടയാളികളോട് പറഞ്ഞു, ഞാൻ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നത് നിങ്ങൾ സുഖമായി ഉറങ്ങുന്നതിനാണ്. ശയന നമസ്കാരത്തിനായി ഓർത്തഡോക്സ് സഭാംഗങ്ങൾ പാടുന്ന ഒരു പാട്ടാണ്, ശരീരമടങ്ങി ഉറങ്ങുമ്പോൾ കാവലതായതൊരു നിശക്തി, സൗരഭ്യമായ ധൂപം പോൽ എൻ്റെ ഉറക്കം തിരുമുൻപിൽ. നമുക്ക് ചിലപ്പോൾ ഉറക്കം വരാതെ കഴിയേണ്ടി വരാം. അതിന് പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടാനാകും. ഭയം, ആകുലത, ആന്തരിക സംഘർഷം, മനസാക്ഷി കുത്ത്, പക, അസൂയ, തൃപ്തിയില്ലാത്ത ജീവിതം, ഇങ്ങനെ ആദിയായവ. 4, സകല അപകടങ്ങളിൽ നിന്നും നമ്മെ കാക്കുന്നു. കഷ്ടത സംഭവിക്കാം, ദുരന്തങ്ങൾ നേരിടാം, പക്ഷേ കർത്താവ് അവയുടെ മാരകമായ ഭവിഷ്യത്തുകളിൽ നിന്നും ദോഷകരമായ അനുഭവത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കും. കർത്തൃ സാന്നിധ്യബോധം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. 5, ഗമനത്തെയും ആഗമനത്തെയും എന്നാളും പരിപാലിക്കുന്നവൻ. ഈ സങ്കീർത്തനം വായിക്കുവാൻ പറഞ്ഞ രോഗി പിറ്റേ ദിവസം ഒരു മേജർ സർജറിക്ക് വിധേയയാവുകയാണ്. അത് വായിച്ച വൈദികൻ അവസാനത്തെ ഈ വാക്യം 2 വട്ടം അവളെ കൊണ്ട് പറയിച്ചു. എന്നിട്ട് ഓർമ്മപ്പെടുത്തി, നീ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും എല്ലാം അവിടുന്ന് കൂടെയുണ്ട്. ഈ ചിന്ത അവളെ ധൈര്യവതിയാക്കി. കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മുടെ പ്രതികൂലതകളിൽ തളരാതെ ദൈവം നമ്മോടുകൂടെ എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കുകയും നയിക്കുകയും ചെയ്യണം. ജീവിക്കുന്നവനായ നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തത സഹചാരിയും അനർത്ഥങ്ങളിൽ നിന്നുള്ള സംരക്ഷകനും ജീവിതാന്ത്യത്തിലും നമ്മോടുകൂടി ഉണ്ടായിരിക്കുന്നവനുമാണെന്ന് വിശ്വസിക്കണം. The Lord will protect you from all danger. He will keep you safe. പ്രത്യാശയും വിശ്വാസവും നഷ്ടപ്പെടുത്താതെ പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം. നമുക്കൊരു പുതിയ തുടക്കം കുറിക്കാം.
ഇന്നലെയുടെ തെറ്റുകളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും നാം പലതും പഠിച്ചു. ഈ അനുഭവ പാഠങ്ങളുടെ ചവിട്ടുപടിയിൽ കയറി നിന്നുകൊണ്ട് തികഞ്ഞ ശുഭപ്രതീക്ഷയോടുകൂടി നാളെയാകുന്ന അക്ഷയപാത്രത്തിൻ്റെ മൂടി തുറക്കുക. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.